സക്കറിയ സാർ, ഇപ്പോൾ പോലീസ് ആർക്കെതിരെയൊക്കെ കേസെടുക്കും? പോലീസിനെതിരെ തന്നെ കേസെടുക്കേണ്ടി വരില്ലേ? കാരണം പോലീസാണല്ലോ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, യുവരാജ് നേരത്തെ ചൂണ്ടിക്കാണിച്ച ആ ഒരു ഇക്കോ സിസ്റ്റം ബ്രേക്ക് ചെയ്യാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? എൻ്റെ അഭിപ്രായത്തിൽ ഈ അജിത് കുമാർ സാറ് റിട്ടയർ ചെയ്തു. അനിൽ നാരായൺ സാറ് അനിൽ കെ നരേന്ദ്രൻ അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം നാളെ ഈ ചീഫ് സെക്രട്ടറിയെയും സ്റ്റേറ്റ് പോലീസ് ചീഫിനെയും പ്രതിയാക്കിക്കൊണ്ട് ഇതിന് കേസെടുക്കണം. കാര്യം അവരെല്ലാം TV കാണുന്നുണ്ട്, എല്ലാ ചാനലുകാരും ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ന്യൂസ് വരുന്നത് രാവിലെ മുതൽ ഇതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സൈഡിൽ നിന്ന് ഇനിഷ്യേറ്റീവ് വന്നാലേ പോലീസ് ഉണരുകയുള്ളൂ. അവര് ചീഫ് സെക്രട്ടറിയെയും സ്റ്റേറ്റ് പോലീസ് ചീഫിനെയും ടാർഗറ്റ് ചെയ്യണം. ഈ സ്റ്റേറ്റ് പോലീസ് ചീഫ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ആളിനെയാണ് സീനിയേഴ്സിനെയൊക്കെ സൂപ്പർസീഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ആക്കുന്നത്. സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പിംഗ് പോലീസ് ചീഫ് ആണോ എന്നൊരു സംശയമുണ്ട്. കാര്യം അദ്ദേഹം ഉറങ്ങുമല്ലേ, അദ്ദേഹത്തിന് ഇത് ഉടനെ പറയരുതോ, ഇത് നിർത്തണം, ഇത് ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ ആണ്. അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷനിലെ അകത്തുള്ള പ്രൊവിഷൻസ് പ്രൊട്ടക്ട് ചെയ്യാനാണ് അദ്ദേഹം ഇരിക്കുന്നത്. അത് അദ്ദേഹം ചെയ്യുന്നില്ല. അപ്പൊ അദ്ദേഹം ചെയ്യാതെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? താഴെയുള്ള പാവപ്പെട്ട പോലീസുകാർക്ക് ഇതെല്ലാം അനുസരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർ മ്യൂട്ട് സ്പെക്ടേറ്റേഴ്സ് ആണ്, അവർ മൂകസാക്ഷികളാണ്. അവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ക്യാൻ ദേ ഡു? ഇനി അടുത്തത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് ടു ലൈഫ്. ദ മീനിങ് ഓഫ് വേർഡ് ലൈഫ് കനോട്ട് ബി നാരോ ഡൗൺ. ഇറ്റ് ഡസ് നോട്ട് കൺഫൈൻ ടു ദ ബോഡി ആൻഡ് സോൾ. ശരീരം ആത്മാവും മാത്രമല്ല, ബട്ട് ഓൾസോ ടു ദ ഡിഗ്നിഫൈഡ് ലൈഫ് വിച്ച് ഈസ് എൻഗ്രൈൻഡ് ഇൻ ഹ്യൂമൻ റൈറ്റ്സ്. ദ റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി. അന്തസ്സോടെ ജീവിക്കാൻ ഇവിടെ മനുഷ്യന് പറ്റുന്നില്ല. അപ്പൊ നമ്മൾ 4 ദിവസം കൂടെ കഴിയുമ്പോൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം ആചരിക്കുക. അപ്പൊ ഇവരൊക്കെ വന്നിട്ട് അവിടെ ഭയങ്കര വാക്കുകളൊക്കെ പറയും, മനുഷ്യാവകാശത്തെ പറ്റിയും അന്താരാഷ്ട്ര നിയമങ്ങളെ പറ്റിയിട്ടും എല്ലാം വലിയ ഘോരം പ്രവേശിക്കും. അപ്പൊ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരനുള്ളത് എന്താണ്? അവർക്ക് ഈ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ, മതം ഏതായാലും മനുഷ്യൻ നന്നായാലും എന്ന് പറഞ്ഞ പോലെ, ഭരണം ആരുടെ ആയാലും അത് ജനോപകാരപ്രദമാകണമെന്നേ ജനങ്ങൾക്ക് ആവശ്യമുള്ളൂ, നല്ല ശതമാനം. പക്ഷെ ഇന്നത്തെ ഈ പറയുന്ന സർക്കാരിലെ രാഷ്ട്രീയ മുഷ്കും ഈ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലെല്ലാം പാർട്ടിക്കാരെ എല്ലാം കുത്തിത്തിരികി അവരുടെ ട്രേഡ് യൂണിയൻ ആൾക്കാരെയൊക്കെ നിർത്തിയിട്ട്, സർവീസ് സംഘടനകളൊക്കെ നിർത്തിയിട്ട് ഇവർ അക്രമം കാണിക്കുമ്പോൾ ജനങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എല്ലാവരും കൈക്കൂലി കൊടുക്കുന്നു. നമ്മൾ 100% സാക്ഷരതയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ജനത്തിന് നിവൃത്തിയില്ല. കാര്യം ഒരിക്കലും ഒരു നല്ല രാജ്യത്തെ പോലെ അഴിമതി രഹിതമായ ഒരു ഭരണം നമുക്കിവിടെ ഒരിക്കലും ഉണ്ടാകത്തില്ല. കാര്യം ഇവരെല്ലാം അഴിമതി കാണിച്ചിട്ട്, കാര്യം ഈ 5 വർഷം കൊണ്ട് വേണം അടുത്ത 5 വർഷത്തേക്കുള്ള കാശുണ്ടാക്കാൻ. ഇതെല്ലാം അറിയാം. സുപ്രീം കോടതി തന്നെ കുൽദീപ് സിംഗ് സാറിന്റെ 1996 വിധിയെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതൊന്നുമില്ല. നമുക്ക് സൽഭരണം വേണം, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കണം, രാജ്യത്തെ നിയമവും ഭരണഘടനാ തത്വങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണം വേണം. ഞാൻ ചിന്തിക്കുന്നത്, പനിനീർ ചെടിയിൽ നിന്ന് റോസാപ്പൂവിന്റെ പുഷ്പവും അതിന്റെ മണവും കിട്ടുകയുള്ളൂ. നമ്മളെ എരിക്കിന്നും കമ്മ്യൂണിസ്റ്റ് പച്ചയെന്നൊന്നും ഒരിക്കലും റോസാപ്പൂ കിട്ടാൻ പോകുന്നില്ല. നമുക്ക് നല്ല മനുഷ്യരെ നമ്മളെ ലീഡ് ചെയ്താൽ മാത്രമേ നമുക്ക് തീർത്തും നല്ല സൽഭരണം ഉണ്ടാവുകയുള്ളൂ. അവിടെ നിയമത്തെ മൂല്യങ്ങൾക്കും എല്ലാം വില ഉണ്ടാവുകയുള്ളൂ. അതുപോലെ സായി ഭാരതി കേസിൽ പറഞ്ഞു, സ്വാതന്ത്ര്യം കഴിഞ്ഞപ്പം കുറേയൊക്കെ മൂല്യങ്ങൾ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വന്നവരെല്ലാം ഇപ്പോഴത്തെ ഈ ജനനേതാക്കന്മാരെയൊക്കെ കണ്ട് ഇതെല്ലാം തട്ടിപ്പാണെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും കിട്ടുന്ന കാലത്ത് കാശുണ്ടാക്കുന്നു, ജോലി ചെയ്യാതെ ജീവിക്കുക എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഇന്ന് രാഷ്ട്രീയം പൊതുവെ മാറിയിരിക്കുന്നു. ഇത് മാറണം. അധ്വാനിച്ച് ജീവിക്കാൻ പണം ഉണ്ടാക്കുകയും അതുപോലെ ജനങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങി നല്ല രീതിയിൽ സാമൂഹ്യ പ്രവർത്തനം നേടി ജനഹൃദയങ്ങളിൽ എത്തണം. അത് എത്ര പേർക്ക് കഴിയുന്നുണ്ടെന്ന്? അല്ല സാർ, അവര് പാർട്ടി പരിപാടി നടത്തുകയോ നാടകം നടത്തുകയോ അല്ലെങ്കിൽ ഈ പരിപാടിക്ക് വേണ്ടി പിരിച്ച പൈസ പുട്ടടിക്കുകയോ എന്ത് വേണം ചെയ്തോട്ടെ. പക്ഷേ ഈ സാധാരണക്കാരൻ്റെ നെഞ്ചത്ത് എന്തിനാണ് കയറുന്നത്? അവൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം എന്തിനാണ് നിഷേധിക്കുന്നത്? അത് പ്രതികരിക്കാൻ പോലും ആളുകൾ തയ്യാറല്ലെന്നേ. പലരെയും സമീപിച്ചപ്പോൾ അവർക്ക് ഇനി തുടർന്നും അവിടെ ജീവിക്കേണ്ടതാണ്, ആ പരിസരത്തുള്ളവർക്ക് ജീവിക്കേണ്ടതാണ്, അവർക്ക് തുറന്ന അഭിപ്രായം പറയാൻ പോലും അവർക്ക് പേടിയാണ്, അവർ ഭയക്കുന്നു. അതാണ് അവസ്ഥ. അത് തീർച്ചയായിട്ടും ബോംബുണ്ടാക്കും, ബോംബ് വീടിനെറിയും, കല്ലെറിയും, അതുപോലെ തന്നെ തീ വെക്കും, വെട്ടിക്കൊല്ലും. ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ ജീവിത രീതി. അതുകൊണ്ടാണ് ജയം ഭയപ്പെടുന്നത്. എത്രയോ ആൾക്കാരെ കൊല്ലുന്നു. ഞാനൊക്കെ എത്രയോ കൊലക്കേസുകളുടെ സീനിൽ പൊളിറ്റിക്കൽ വെഞ്ചൻസ് കൊണ്ട് ചെയ്തെടുത്ത് നമ്മൾ സ്ഥലത്ത് ചെയ്യുന്നു. ആൾക്കാരെ ഇതൊക്കെ വെട്ടിയിട്ടേക്കുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നുന്നു. ഒരു മനുഷ്യന്റെ ശരീരത്ത് ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇപ്പുറത്ത് വന്നിട്ട് അവര്
മാനവികതയും എല്ലാം പറയുന്നുണ്ട്. ഇതൊക്കെ മാറിയേ പറ്റുള്ളൂ. ഈ ഇരട്ടത്താപ്പും കള്ളത്തരവും കാപട്യവും യെസ്. മനുഷ്യശൂന്യമായ കാര്യങ്ങളും മാറാതെ ഈ നാട് നന്നാകില്ല എന്നുള്ള കാര്യം കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അറിയാം.